Welcome back to Kavitha's Sugar and Spice. ഇന്നിവിടെ നമ്മളൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചൂടുള്ള വേനൽക്കാലത്ത് വളരെ റിഫ്രഷിംഗ് ആയ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു 6 തൊട്ട് 8 സ്ട്രോബെറി വരെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 സ്ട്രോബെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 തൊട്ട് 8 എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ സ്ട്രോബെറിയുടെ സൈസൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒരു മിക്സിയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ 3/4 കപ്പ് പാലാണ് എടുക്കുന്നത്. അതിലത്തെ 1/4 കപ്പ് പാല് മാത്രം ആദ്യം ഒന്നൊഴിച്ച് ഇതിനെ ഒരു നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഒരു പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്കൂപ്പ് വെനില ഐസ്ക്രീം, പിന്നെ ബാക്കിയുള്ള 1/2 കപ്പ് പാല്, നല്ലൊരു തിക്ക് ഷേക്ക് ആയിരിക്കും കേട്ടോ ഇത്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് ടേസ്റ്റിന് കൂടുതൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. ഇത് ഞാൻ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കാം. നല്ല ചിൽഡായ പാൽ ഉപയോഗിച്ച കാരണം ഞാൻ ഐസ് ക്യൂബ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം. പിന്നെ ഇത് സ്ട്രോബെറിയിൽ ഇത് ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ സൈഡിൽ വയ്ക്കാം ഒരു ഭംഗിക്കായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കൂ. നിങ്ങൾ റിഫ്രഷ്ഡ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.